ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയാ, സുഖല്ലേ? ഇത് ഞങ്ങളൊരു സ്ഥലം വരെ പോയതിൻ്റെ ഒരു കുഞ്ഞ വീഡിയോ ആണ്. ആദ്യം എന്ത് വേണം? ഫുഡ് കഴിക്കണം. ഈ ചെക്കന് വിടടാ, അവള് കുടിക്കട്ടടാ. വയറൊക്കെ ഒന്ന് ഫുള്ളായതിന് ശേഷം ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ പോയി. ഈ മുതലിനെ പരിഗണിച്ച് ഞങ്ങളൊരു സ്ഥലം വരെ പോയി. ഫിഷിനെ കാണാനാണോ? അപ്പം ഞങ്ങൾ അക്വേറിയം പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാംഗ്ലൂരുള്ള ഒരു ടണൽ അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. മുടിഞ്ഞ തിരക്കായിരുന്നു. ഇത് പാമ്പാണോ അതോ മീനാണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾക്ക് ആദ്യം. കുറേ മീശയും താടിയൊക്കെ ഉള്ള മീനുകൾ. ഇതാ വേറെ കൊറണം. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ടാർപ്പൻ. കളറായിട്ടുള്ള മീനുകളായിരുന്നു. ഇവിടെ കുറേ ഓറഞ്ച് കളറിലുള്ള മീനുകളായിരുന്നു. മീനുകൾ മാത്രം, വെറും മീനുകളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടണൽ അക്വേറിയത്തിലേക്ക് പോകേണ്ടത്. ഇതാ കുറേ നീല കളർ മീനുകൾ. ഈ മീനുകളൊക്കെ ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്നായിരുന്നു എൻ്റെ ചിന്ത. പിന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ്സിലാണ് ഇവർ ഈ മീനുകളെ ഇട്ട് വെച്ചിരിക്കുന്നത്. എന്താ അറിയോ, അതിലേക്ക് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു തല കറങ്ങുന്ന ഒരു ഫീലിംഗ് വരും. ഇതാ കുറേ ജെല്ലി ഫിഷ്. ഒറിജിനൽ മത്സ്യകന്യകയില്ലേ, ഏത്, അത് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഈ പ്രതിമയല്ലാണ്ട് അവിടെ ഒറിജിനൽ മത്സ്യകന്യകയൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറ്റിക്കപ്പെട്ടു. തല വീങ്ങിയ ഫിഷ്. എന്താ മോനെ, വായി നോക്ക്, ഹാർട്ട് മാതിരിയുണ്ട്. അപ്പോൾ മീനുകളെ കണ്ട് നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ടണൽ. അതിൻ്റെ അകത്ത് എന്താ? വീണ്ടും കുറേ മീനുകൾ. അക്വേറിയം പാരഡൈസ് ആണല്ലോ, അപ്പോൾ നമ്മൾ മീനുകളല്ലാണ്ട് വേറൊന്നും അവിടെ കാണാനില്ല. പക്ഷെ ഈ ടണൽ അക്വേറിയം നല്ലായിരുന്നു. നല്ല കളർഫുൾ തീമായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. ടണൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ മീനുകൾ ഇങ്ങനെ കാണുമ്പോൾ ഇല്ലേ, എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു എന്നറിയോ, ഇതിനെ വറുത്ത് തിന്നാൽ എന്തായിരിക്കും ടേസ്റ്റ് എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ പകലായിരുന്നു, തിരിച്ചിറങ്ങിയപ്പോഴേക്കും രാത്രിയായി. അങ്ങനെ ബാംഗ്ലൂർ ട്രാഫിക്കൊക്കെ മറികടന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിലെത്തി. എന്താ തനു മോനെ, അപ്പൊ ഞാനോ അങ്ങനെ ഫുഡും കഴിഞ്ഞ് അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി.